നമസ്കാരം. ബീറ്റ തലസീമിയ എന്ന രക്തരോഗവുമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ 3 കുരുന്നുകൾ. മജ്ജ മാറ്റിവെച്ചാൽ മാത്രമേ ഇവർക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. തൻ്റെ കുരുന്നുകൾക്ക് മജ്ജ മാറ്റിവെക്കാനുള്ള രക്തദാതാക്കളെ തിരയുകയാണ് മുബാറക് സൈഫുന്നിസ ദമ്പതികൾ. ഇന്ന് IBN മലയാളം എത്തി നിൽക്കുന്നത് ഇവരിലേക്കാണ്. കളിച്ചു ചിരിച്ച് നടക്കുകയാണ് മൂവരും. പക്ഷേ അവരുടെ കണ്ണുകളിലാകട്ടെ കടുത്ത ക്ഷീണവും. ഫൈസിക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ രോഗം തിരിച്ചറിഞ്ഞു. ഫൈഹയ്ക്ക് 9 മാസത്തിലും ഫൈസിന് 4.5 വയസ്സിലും ബീറ്റ തലസീമിയ എന്ന രോഗം കണ്ടെത്തി. രക്തത്തിലെ മൂലകോശങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ മൂവർക്കും ജീവൻ നിലനിർത്താൻ സാധിക്കും. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശികളായ മുബാറക് സൈഫുന്നിസ ദമ്പതികളുടെ മക്കളാണ്. അനുയോജ്യമായ മൂലകോശദാതാക്കളെ തിരയുകയാണിവർ. ഇതെൻ്റെ 3 മക്കളാണ്. ഫൈസി, ഫൈഹ, ഫായിസ്. ഇവർക്ക് ബീറ്റ തലസീമിയ എന്ന രോഗമാണ്. ഫൈസിക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ കണ്ടുപിടിക്കുന്നു. ഫൈഹക്ക് 9 മാസം പ്രായത്തിൽ, ഫായിസിന് 4.5 വയസ്സിലാണ്. ഇവർക്കിപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച കൂടുന്തോറും ശരീരത്തിൽ രക്തം ഉൽപാദനമില്ല, അപ്പോൾ പകരത്തിന് ബ്ലഡ് കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏതൊരു മാർഗം ഡോക്ടർമാർ പറയുന്നത് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോണറെ ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിന് വേണ്ടിയുള്ള ഡോണറിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോൾ DKMS എന്ന് പറയുന്ന ഒരു സംഘടനയുമായി നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഉണ്ട്, അതിനുവേണ്ടി QR കോഡ് ഉണ്ട്. ഓൺലൈൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആ രജിസ്ട്രേഷന് വേണ്ടി എല്ലാവരും ചെയ്ത് ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മൂവരും തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യോഗ്യരായ ദാതാക്കളെ കണ്ടെത്താൻ ബിലീവേഴ്സ് ആശുപത്രിയും സന്നദ്ധ സംഘടനയായ DKMSഉം ക്യാമ്പുകൾ നടത്തി. പക്ഷേ നിരവധി പേർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്താലേ അനുയോജ്യരായ ദാതാക്കളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അവിടുത്തെ റേറ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ 1 മാസത്തേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മാത്രം ഈ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും 10-12,000 രൂപയോളം വരുന്നുണ്ട്. പിന്നെ മൂത്ത മകൻ ഒരു ഇഞ്ചക്ഷൻ ഡെയിലി പോകുന്നുണ്ട്. 12 മണിക്കൂർ നീണ്ടിരിക്കുന്ന ഇഞ്ചക്ഷനാണ്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ 1 മാസത്തേക്ക് ആ ഇഞ്ചക്ഷനും കാര്യങ്ങൾക്കെല്ലാം കൂടിയിട്ട് ഒരു 20,000-ൻ്റെ അടുത്ത് അതിന് ചിലവ് വേറെ വരുന്നുണ്ട്. ഏകദേശം 1 മാസത്തേക്ക് എങ്ങനെ പോയാലും ഒരു 10-35-40,000 രൂപയോളം ചിലവ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. കൂട്ടുകാരുമൊത്ത് തൻ്റെ രോഗത്തെപ്പറ്റി സ്കൂളിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ക്ലാസ് എടുത്തതിനെപ്പറ്റി ഫൈസിക്കും പറയാൻ ഏറെയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരന്മാരായിട്ട് ചെന്ന് ചേട്ടന്മാരോട് ഈ ബീറ്റ തലസീമിയനെ കുറിച്ച് പറഞ്ഞ്, പിന്നെ ഇതിലുള്ള എന്താ പ്രൊസീജിയേഴ്സും പറഞ്ഞ്, അങ്ങനെ കുറേ പറഞ്ഞ്. പിന്നെ ഇതിൽ നിന്നും അവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരാളെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടന്മാർ ചേച്ചിമാർ കേട്ടോണ്ട് ചില ചേച്ചിമാരൊക്കെ കരയൊക്കെ ചെയ്ത്. ഒരു ഡോണറിനെ ഞങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാമ്പത്തികമാണ് നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടൊരു വീടുണ്ട്, അതിപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നു. പിന്നെ മറ്റുള്ള സംഘടനകളും ചാരിറ്റിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു.
ഇപ്പം നിലവിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പം ഏകദേശം മാസത്തിൽ 35,000-40,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അതുകൂടാതെ വേറെ എന്തെങ്കിലും പെട്ടെന്നൊരു പനി, ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എക്സ്പെൻസ് കുറേ ആകും. നമുക്കൊരു ഡോണറിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 30 ലക്ഷം രൂപയാണ് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ഇലക്ട്രീഷ്യനാണ്. എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയാണ്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോൾ ആകെ സാമ്പത്തികമായിട്ട് ആകെ പിന്നോക്കത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളത്. 3 മക്കളുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടിലാണ്. സാമ്പത്തികത്തിനുള്ള കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കണം. അതിനുവേണ്ടി ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ എങ്ങനെ സഹായം ലഭിക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂലകോശദാതാവിൻ്റെയും കുട്ടികളുടെയും HLA തമ്മിൽ പൊരുത്തപ്പെടണം. 10 ലക്ഷം പേരെ പരിശോധിക്കുമ്പോഴാണ് ഒരു ഡോണറെ ലഭിക്കുക. അതിനാൽ തന്നെ ദാതാവിനെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. എനിക്കെന്നല്ല, ഇങ്ങനൊരു ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും പറയാനുള്ളൊരു കാര്യം, സാമ്പത്തികമായിട്ട് അല്ലാതെ ഒന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. ചെറിയൊരു രീതിയിൽ ഒരു രജിസ്ട്രേഷൻ, അത് വലിയ ബ്ലഡ് കുത്തിയെടുത്ത് ശരീരം നോവിക്കുന്ന രീതി ഒന്നുമല്ല. ജസ്റ്റ് നമ്മളെ കവളിൽ നിന്ന് എടുക്കുന്ന ഒരു റബ്ബ് ചെയ്തെടുക്കുന്ന ഒരു ഇതേ ഉള്ളൂ, പ്രൊസീജിയറേ ഉള്ളൂ. ഇൻ കേസ് നമുക്ക് നാളെ പിറ്റേന്ന് ഒരു ഡോണർ ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ കാരണം ഒരു പുതുജീവൻ വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുക. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കെന്നല്ല, ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന പലർക്കും അത് ഉപകാരപ്പെടും. എല്ലാവരും അതിനോട് സഹകരിക്കുക ഞാൻ പറയും. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിനകത്ത് ഒരു സർജറിയും ഇൻവോൾവ് അല്ല. ഇതിനകത്ത് നമുക്ക് സ്റ്റെം സെൽ എടുത്ത് ഒരു ആളിൽ നിന്ന് പേഷ്യൻറ്റിന് കൊടുക്കണം. ഒരാളിൽ നിന്ന് വേറൊരാളിന് കൊടുക്കുന്നതുകൊണ്ടാണ് ട്രാൻസ്പ്ലാന്റ് എന്ന പേര് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് സർജറി ഇല്ല. ബിക്കോസ് നമുക്ക് സ്റ്റെം സെൽ എടുക്കണമെങ്കിൽ ബ്ലഡിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. സോ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന പ്രൊസീജിയർ നോർമൽ ബ്ലഡ് കളക്ഷൻ്റെ കൂട്ടുള്ള ഒരു കയ്യിലൊരു ചെറിയ സിറിഞ്ച് വെച്ചിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുക. എന്നിട്ട് ആ ബ്ലഡിനകത്ത് സ്റ്റെം സെൽ ഉണ്ട്. ആ സ്റ്റെം സെൽ ആ ഹെൽത്തി ഡോണറിൽ നിന്നെടുത്ത് ഡിസീസ്ഡായ പേഷ്യൻറ്റിന് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റെം സെൽ ആ പേഷ്യൻ്റെ ഉള്ളിൽ വളർന്ന് പുതിയ സെല്ലുകൾ ഉണ്ടാക്കും, വിച്ച് ആർ നോർമൽ. സോ ബ്ലഡിലായുള്ള ഡിസീസസ് ക്യൂർ ചെയ്യാനുള്ള ഒരു ഡെഫിനറ്റീവ് എസ്റ്റാബ്ലിഷ്ഡ് ക്യൂറേറ്റീവ് തെറപ്യൂട്ടിക് പ്രൊസീജിയറാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. ആൻഡ് സർജറി ഇതിനകത്ത് ഇല്ല. പിന്നെ പേരിനകത്ത് ട്രാൻസ്പ്ലാന്റ് ഉള്ളത് അത് ഡെഫിനറ്റീവാണ്. ബിക്കോസ് നമ്മൾ ഒരാളിൽ നിന്ന് വേറൊരാളിൽ നിന്ന് കൊടുക്കുന്നു, അത് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. സ്റ്റെം സെൽ ഡൊണേഷനകത്ത് അങ്ങനെ ഒരു നഷ്ടമില്ല. ഇൻഫാക്ട് നമുക്ക് ഓൾറെഡി ആവശ്യത്തിലധികമാണ്. നമ്മളത് കൊടുത്താലും അത് കംപ്ലീറ്റ്ലി റെപ്ലനിഷ് ആണ്. ദർ ഇസ് നത്തിങ് ദറ്റ് വി ആർ ലൂസിങ്. ചുമ്മാ നമ്മളിവിടെ ഇരിക്കുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, യു ഹാവ് ദ പൊട്ടൻഷ്യൽ ടു സേവ് എ ലൈഫ്. അപ്പോൾ നിങ്ങളൊരു യങ് ഫിറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആൻഡ് യു വാണ്ട് ടു സേവ് സംബഡി, I think you should all register to be a stem cell donor. It has the potential to cure somebody that you don't even know. ഈ കുരുന്നുകളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ഒരുപക്ഷെ നമ്മൾക്കും കഴിഞ്ഞേക്കാം. ഈ കാണുന്ന QR കോഡിലൂടെയും ലിങ്കിലൂടെയും നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാം. അതുവഴി മൂലകോശങ്ങൾ ദാനം ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 8089012322 80891232 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഒരുപക്ഷെ നിങ്ങളിലൂടെ ഈ 3 കുരുന്നുകളുടെയും ജീവൻ നിലനിർത്താൻ കഴിയും.
ഇനിയും ഇവരുടെ കളിച്ചിരികൾ നിറഞ്ഞു നിൽക്കണമെങ്കിൽ നല്ലവരായ രക്തദാതാക്കളെ കിട്ടിയേ തീരൂ. എത്രയും പെട്ടെന്ന് നല്ല രക്തദാതാക്കളെ കിട്ടി ഈ കുരുന്നുകൾ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്യാമറാമാൻ സനീഷിനോടൊപ്പം ആഗ്ര കൃഷ്ണ, IBN മലയാളം.